ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളൊരു യാത്ര പോവുകയാണ്. എൻ്റെ മൂത്ത മകനും വൈഫും കുഞ്ഞും കൂടി ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാനായിട്ട് ഞങ്ങളോടൊപ്പം വരികയാണ്. അപ്പോൾ ഇളയ മകൻ്റെ അടുത്തേക്കാണ് ഞാനും ചേട്ടനും കൂടി പോകുന്നത്. അപ്പോൾ മകൻ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ 4-5 ദിവസം മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അതെവിടെയാണെന്ന് വഴിയെ പറയാം. അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്തു നിന്നും ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. ഞങ്ങളിപ്പോൾ കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ്സിലാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ ഇത് 5 മണിക്കാണ് ഇവിടെ നിന്ന് തിരിക്കുന്നത്. നാളെ രാവിലെയാണ് ബാംഗ്ലൂരിൽ എത്തുന്നത്. അപ്പോൾ ഞങ്ങൾ രാത്രിത്തേക്കുള്ള ഭക്ഷണമെല്ലാം കരുതിയിരുന്നു. അപ്പോൾ നാളെ കഴിഞ്ഞ് അതിനടുത്ത ദിവസമാണ് ഞങ്ങൾ മറ്റൊരു യാത്രയ്ക്ക് പോകുന്നത്. മകനും ഫാമിലിയും ഞങ്ങളോടൊപ്പം ഉണ്ടാവും. ഇപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ മകനും കൊച്ചുമകനും കൂടി ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ബാംഗ്ലൂരിലെ കൃഷ്ണരാജപുരം റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ചേട്ടൻ കൊച്ചുമകൻ്റെ കൈയും പിടിച്ച് പോവുകയാണ്. മോൻ കാർ വെളിയിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ലഗേജൊക്കെ അതിനകത്ത് വെച്ചിട്ട് ഞങ്ങൾ കാറിനകത്തേക്ക് കയറുകയാണ്. ബാംഗ്ലൂരിൽ രാവിലെ കുറച്ച് തണുപ്പൊക്കെ ഉണ്ട്. എന്നാലും കൊച്ചുമോനും അവൻ്റെ അച്ഛനോടൊപ്പം ഞങ്ങളെ പിക്ക് ചെയ്യാനായി വന്നിരുന്നു. അപ്പോൾ ഇതാണ് കാർ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ. ബാംഗ്ലൂർ സിറ്റി എപ്പോഴും നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഇവിടുന്ന് മകൻ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് ഏകദേശം അരമണിക്കൂർ യാത്രയുണ്ട്. മോൻ 4-5 വർഷമായിട്ട് ഇവിടെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. വീട്ടിലിരുന്നായിരുന്നു വർക്ക്. ഇപ്പോൾ കമ്പനി തിരികെ ബാംഗ്ലൂരിലേക്ക് വിളിച്ചതാണ്. രാവിലത്തെ സമയമായതുകൊണ്ട് കുറച്ച് തണുപ്പും കാറ്റും ഒക്കെ ഉണ്ട്. ഞങ്ങൾ കൊച്ചുമകൻ്റെ കൂടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ യാത്ര ചെയ്യുകയാണ്. മോൻ്റെ താമസ സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. ഞങ്ങൾ നാളെ ഇവിടെ നിന്ന് ഫ്ലൈറ്റിൽ UP-യിലേക്ക് പോകും. അവിടെ പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേളയിൽ പങ്കെടുക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ മോൻ തന്നെയാണ് ഞങ്ങൾക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും എല്ലാം ബുക്ക് ചെയ്തിരിക്കുന്നത്. മകൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അവിടെ ലിഫ്റ്റിലൂടെയാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. കൊച്ചുമോൻ അവരുടെ ഫ്ലാറ്റിലുള്ള ലിഫ്റ്റൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ മോൻ തന്നെയാണ് വലിയ സൂട്ട് കേസൊക്കെ ലിഫ്റ്റിലോട്ട് കയറ്റുന്നത്. ഇതൊക്കെ മോൻ്റെ താമസ സ്ഥലത്തിനടുത്തുള്ള ഫ്ലാറ്റുകളാണ്. അടുത്ത് പുതിയ ഫ്ലാറ്റുകളും ഒക്കെ നിർമ്മാണത്തിലിരിക്കുകയാണ്. എൻ്റെ ഒരു കസിൻ ഇവിടെ ബാംഗ്ലൂരിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മകനും കുടുംബവും ഞങ്ങളും ഒക്കെ അങ്ങോട്ടേക്ക് പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് അരമണിക്കൂർ കൂടുതൽ യാത്രയുണ്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ ദൃശ്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ അവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും മോൻ്റെ ഫ്ലാറ്റിലേക്ക് തിരികെ വന്നു. ഫ്ലാറ്റിൽ കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടുത്തെ താമസക്കാരെല്ലാം അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഏരിയയാണ്. ഇത് ബാംഗ്ലൂരിൽ വന്നിട്ട് 2ാമത്തെ ദിവസമാണ്. ഞങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിലോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് 6 മണിക്ക് ബോംബെ ഫ്ലൈറ്റ് ഉണ്ട്. അതിലാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. മുംബൈയിൽ നിന്നാണ് ഞങ്ങൾ പ്രയാഗ്രാജിലോട്ട് പോകുന്നത്. അവിടെ നടക്കുന്ന കുംഭമേളയിൽ പങ്കെടുക്കാനായിട്ടാണ് ഞങ്ങൾ ഇവിടെ ബാംഗ്ലൂർ വന്നത്.
ഞങ്ങളിപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അവിടെ ലഗേജൊക്കെ ചെക്കിങ് നടക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ചെക്കിങ് കഴിഞ്ഞതിന് ശേഷമേ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുകയുള്ളൂ. അത് കിട്ടുമ്പോഴാണ് ഞങ്ങൾക്ക് അകത്ത് പ്രവേശനം നൽകുകയുള്ളൂ. അപ്പോൾ ചെക്കിങ് എല്ലാം കഴിഞ്ഞു. ഞങ്ങളിനി അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ ഇവിടെ രാവിലെ 6 മണിക്കാണ് ഇനി ഫ്ലൈറ്റ്. ഇപ്പോൾ 6 മണി ആയിട്ടില്ല. ഞങ്ങളവിടെ നിന്ന് ഓരോ കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ നിന്നും ആകാശ എയർ എന്ന പേരുള്ള ഫ്ലൈറ്റിലാണ് ഞങ്ങൾ മുംബൈയിലോട്ട് പോകുന്നത്. അവിടെ നിന്നും പ്രയാഗ്രാജിലേക്കും അതേ പേരുള്ള ഫ്ലൈറ്റിൽ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ലഗേജൊന്നും അവിടെ നിന്ന് വീണ്ടും മാറ്റേണ്ടതില്ല. അവർ ഡയറക്റ്റ് പ്രയാഗ്രാജിലോട്ട് തന്നെ അയച്ചു തരും. അപ്പോൾ ഞങ്ങൾ ഇതിനിടയ്ക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാണിത്. അപ്പോൾ ഞങ്ങൾക്ക് ഫ്ലൈറ്റിൽ കയറേണ്ട സമയമായി. ഞങ്ങൾ ഫ്ലൈറ്റ് കിടക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. അവിടെ നിന്നും അവരുടെ ബസ്സിലാണ് ഞങ്ങളുടെ ഫ്ലൈറ്റിനടുത്തേക്ക് എത്തിച്ചത്. അപ്പോൾ മോനും അമ്മ വീഡിയോ എടുക്കുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര ആയതുകൊണ്ട് കുറച്ച് പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിനകത്തേക്ക് കയറുകയാണ്. എൻട്രൻസിൽ തന്നെ ടിക്കറ്റ് ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വിമാനത്തിനകത്തേക്ക് കയറി. മകൻ്റെ വൈഫ് കുറച്ച് നാൾ എയർ ഹോസ്റ്റസായി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങളെല്ലാം നല്ല നിശ്ചയമുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായില്ല. ഞങ്ങളുടെ സീറ്റ് നമ്പറൊക്കെ കണ്ടുപിടിച്ച് തന്നു. ഞങ്ങൾ അതിലിരിക്കുകയാണ്. അപ്പോൾ കൊച്ചുമോന് ഞങ്ങളോടൊപ്പം കൂടെയുണ്ട്. അവനും ഞങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഞങ്ങൾ രാവിലെ ഒരു 8:30 മുംബൈ വിമാനത്താവളത്തിലെത്തി. ഇനി ഇവിടെ നിന്ന് 1 മണിക്കാണ് പ്രയാഗ്രാജിലോട്ടുള്ള ഫ്ലൈറ്റ്. അപ്പോൾ അതുവരെ ഞങ്ങൾ വിമാനത്താവളത്തിൽ തന്നെ റെസ്റ്റ് ചെയ്യുകയായിരുന്നു. ബാംഗ്ലൂരിൽ നിന്നും ഡയറക്റ്റ് ഫ്ലൈറ്റ് പ്രയാഗ്രാജിലേക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇപ്പോൾ കുംഭമേള നടക്കുന്ന സീസൺ ആയതുകൊണ്ട് വളരെ പ്രയാസപ്പെട്ടാണ് ഞങ്ങൾക്ക് ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് പോലും കിട്ടിയത്. ഞങ്ങൾക്ക് പ്രയാഗ്രാജിലോട്ടുള്ള ഫ്ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ അതിലോട്ട് കയറുകയാണ്. അതും ആകാശ എയർ തന്നെയാണ്. രണ്ടും ഒരുപോലുള്ള ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ലഗേജൊന്നും അവിടെ നിന്ന് എടുക്കേണ്ടി വന്നില്ല. അവർ ഡയറക്റ്റ് പ്രയാഗ്രാജിൽ എത്തിച്ചു തരും. അപ്പോൾ ഞങ്ങൾ സീറ്റ് നമ്പർ കണ്ടുപിടിക്കുന്ന തിരക്കിലാണ്. ഞങ്ങൾ സീറ്റിലൊക്കെ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ വെളിയിലോട്ടുള്ള ദൃശ്യങ്ങളൊന്നും എടുത്തതാണ്. അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആദ്യത്തെ പേടിയൊക്കെ എനിക്കിപ്പോൾ ഇല്ല. ഞങ്ങൾ ഫ്ലൈറ്റ് യാത്ര നന്നായി എൻജോയ് ചെയ്തു. ഞങ്ങളുടെ ഫ്ലൈറ്റ് പ്രയാഗ്രാജിൽ എത്തിയതായിട്ട് അനൗൺസ്മെൻറ്റ് വന്നു. അപ്പോൾ ഇത് വെളിയിലോട്ടുള്ള ദൃശ്യമാണ്. ഇപ്പോൾ വിമാനം നിലത്ത് ഇറങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് ലാൻഡ് ചെയ്യും. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ ലഗേജ് എല്ലാം എടുത്തുകൊണ്ട് വേണം ഞങ്ങളുടെ താമസ സ്ഥലത്തെത്താൻ. പ്രയാഗ്രാജിൽ ഞങ്ങൾ ഹോട്ടൽ റൂം എടുത്തിട്ടുണ്ട്. അതും നേരത്തെ ബുക്ക് ചെയ്തിരുന്നതാണ്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത ശേഷം ഞങ്ങളെ ബസ്സിലാണ് അകത്തോട്ട് എത്തിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ലഗേജുകൾ വരുന്ന സ്ഥലത്ത് നിൽക്കുകയാണ്. ഞങ്ങളുടെ സൂട്ട് കേസൊക്കെ വന്നെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓരോന്നായി എടുക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം വെളിയിലേക്ക് ഇറങ്ങി ഒരു ടാക്സി പിടിച്ച് ഞങ്ങളുടെ താമസ സ്ഥലത്തേക്ക് പോവുകയാണ്. പ്രയാഗ്രാജ് എയർപോർട്ടിൽ നിന്നും 10 കിലോമീറ്റർ ദൂരത്താണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ. ഇപ്പോൾ കുംഭമേള നടക്കുന്ന സ്ഥലത്തിനടുത്തൊന്നുമല്ല, എന്നാലും ഞങ്ങൾക്ക് അവിടെ റൂം കിട്ടിയുള്ളൂ. അതും വലിയ റേറ്റിലാണ് എടുത്തിട്ടുള്ളത്.
ഇപ്പോൾ കുംഭമേള സീസൺ ആയതുകൊണ്ട് റൂമൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കുംഭമേള നടക്കുന്ന സ്ഥലത്തിനടുത്തൊക്കെ 1 ലാഖിൽ കൂടുതൽ റെൻറ്റ് ചോദിക്കുന്നുണ്ട്. ഞങ്ങളെടുത്തതും കുംഭമേള നടക്കുന്ന സ്ഥലത്തിന് കുറച്ച് അകലെയാണ്. ഒരു 8 കിലോമീറ്റർ അകലെയായിട്ടാണ് ഞങ്ങൾ റൂം എടുത്തത്. റോഡിൽ വാഹന ഗതാഗതമൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ വാഹനം താമസ സ്ഥലത്ത് അടുത്തുവരെ എത്തിയില്ല. ഞങ്ങൾ നടന്നൊക്കെയാണ് റൂമിലെത്തിയത്. അപ്പോൾ റൂമിലെത്തി കുറച്ച് റെസ്റ്റ് ചെയ്തതിന് ശേഷം കുംഭമേള നടക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയുണ്ടായി. അതും നടന്നു വേണം പോകാൻ. എല്ലാ റോഡുകളിലും പോലീസ് ബാരിക്കേഡ് കൊണ്ട് ഗതാഗതം തടസ്സപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് വരുന്ന തീർത്ഥാടകരെല്ലാം തന്നെ നടന്നാണ് സംഗമ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്നെത്തിയ ദിവസം എത്ര ദൂരമുണ്ടെന്ന് അറിയാനായി നടന്നിരുന്നു സംഗമ സ്ഥലത്തേക്ക്. ഇത് സംഗമ സ്ഥലത്തിനടുത്ത് ആൾക്കാരെല്ലാം പുതച്ചു മൂടി കിടക്കുന്ന രംഗമാണ് തലേദിവസം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ ഒരു കുംഭമേളയ്ക്ക് വന്നുകൊണ്ടിരുന്നത്. അതും നല്ല തണുപ്പുള്ള സമയമാണിത്. ഡിസംബർ ജനുവരി എന്ന് പറഞ്ഞാൽ യുപിയിലൊക്കെ നല്ല തണുപ്പുള്ള സമയമാണ്. അതുകൊണ്ട് ഞങ്ങളും ജാക്കറ്റും തൊപ്പിയും ഗ്ലൗസ് ഇതൊക്കെ ധരിച്ചുകൊണ്ടാണ് ആ സ്ഥലത്തോട്ട് പോയത്. അപ്പോൾ നോർത്ത് ഇന്ത്യൻസിന് തണുപ്പൊന്നും വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്നു. അവരെല്ലാം ഈ തുറസായ സ്ഥലത്താണ് തുണികളൊക്കെ വിരിച്ച് കിടന്നിരുന്നത്. ത്രിവേണി സംഗമത്തിനടുത്ത് പുല്ലുകൾ ധാരാളമായി വിരിച്ചിട്ടുണ്ടായിരുന്നു. കുളി കഴിഞ്ഞ് കരയിൽ കയറുന്നവർക്ക് വലുതായിട്ട് ചെളിയൊന്നും പറ്റാതിരിക്കാനായിട്ട് വളരെ ദൂരം വരെ പുല്ലുകൊണ്ട് മെത്ത പോലെ വിരിച്ചിട്ടിരിക്കുകയായിരുന്നു. രാത്രിയും പകലുമെന്നില്ലാതെ തീർത്ഥാടകർ ത്രിവേണി സംഗമത്തിൽ എത്തിക്കൊണ്ടിരുന്നു. കുളി കഴിഞ്ഞ് പോകുന്നവരും ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം സംക്രാന്തി ദിവസമാണ്, മകരസംക്രാന്തി. അന്നാണ് ഞങ്ങളും ത്രിവേണി സംഗമത്തിൽ മുങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വെറുതെ ഞങ്ങളൊന്ന് കാണാനായിട്ട് വന്നതാണ്. ഇനി തിരിച്ച് നടന്നു വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോകാൻ. മകരസംക്രാന്തി ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അപ്പോൾ ഞങ്ങളും രാവിലെ തന്നെ ഞങ്ങളുടെ താമസ സ്ഥലത്ത് നിന്നും ത്രിവേണി സംഗമത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതുവഴി പോകുന്നുണ്ടായിരുന്നു. സംഗമത്തിലെത്താൻ പല റൂട്ടുകളുമുണ്ട്. അപ്പോൾ എല്ലാ റൂട്ടും നല്ല തിരക്ക് തന്നെയായിരുന്നു. ആർക്കും വാഹന ഗതാഗതമൊന്നും അനുവദിച്ചിരുന്നില്ല. വലിയ VIP-കൾക്ക് മാത്രമേ അവരുടെ വാഹനത്തിൽ വരാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ നടന്നും റിക്ഷ പോലുള്ള വണ്ടികൾ കിട്ടുന്നെങ്കിൽ കുറച്ച് ദൂരം അതിലൊക്കെ വന്നുമാണ് ഞങ്ങൾ ത്രിവേണി സംഗമത്തിനടുത്ത് വരെ എത്തിയത്. ഇന്നും നല്ല തണുപ്പുള്ള ദിവസമാണ്. പിന്നെ കുറേ ദൂരം ഞങ്ങൾ നടക്കുന്നതുകൊണ്ട് തണുപ്പ് വലുതായിട്ട് അറിയുന്നില്ല. അതുപോലെ തണുത്ത അന്തരീക്ഷമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൂടുതൽ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ സംഗമത്തിനടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി 1.5 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്ന് ത്രിവേണി സംഗമത്തിലെത്താനായിട്ട്. ഗംഗ, യമുന, സരസ്വതി എന്നീ നദികൾ ചേരുന്ന സംഗമസ്ഥാനമാണ് ത്രിവേണി സംഗമം. അപ്പോൾ ഇവിടെയാണ് കോടിക്കണക്കിന് ആൾക്കാർ വന്ന് അവരുടെ ആഗ്രഹ സഫലീകരണത്തിനായി മുങ്ങിക്കുളിച്ചിട്ട് പോകുന്നത്. 45 ദിവസം ഈ ഒരു മേള നടന്നുകൊണ്ടിരിക്കും. അമാവാസി ദിവസങ്ങളിലും വളരെ ജനത്തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ സംഗമ സ്ഥലത്തെത്തി. ആ കാണുന്നതാണ് ഗംഗ, യമുന, സരസ്വതി
എന്നീ നദികളുടെ സംഗമസ്ഥാനം. അപ്പോൾ ഇവിടെ ഞങ്ങൾ മുങ്ങിക്കുളിക്കാനായിട്ട് പോവുകയാണ്. മുങ്ങിക്കുളിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല, നല്ല തിരക്കാണ്. അപ്പോൾ മുങ്ങിക്കരയിൽ കയറിയതിന് ശേഷം ഞങ്ങൾക്ക് ചന്ദനവും കുങ്കുമവും കൊണ്ടുള്ള പൊട്ടൊക്കെ തൊടാനായിട്ട് ആൾക്കാർ വരും. അങ്ങനെ ഞങ്ങൾ ചന്ദനക്കുറിയൊക്കെ ഇട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് തിരിച്ചു പോകണം. അത് നടന്ന് വേണം ഞങ്ങളുടെ താമസ സ്ഥലമായ ഹോട്ടലിലേക്ക് എത്താൻ. നാളെ കഴിഞ്ഞ മറ്റന്നാളാണ് ഞങ്ങൾ പ്രയാഗ്രാജിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് യാത്രയാകുന്നത്. നാളെ പ്രയാഗ്രാജിൽ ഒരു മേള നടക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ത്രിവേണി സംഗമത്തിൽ ഞങ്ങളെല്ലാം കുളി കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിലേക്ക് പോയി. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഞങ്ങളുടെ താമസ സ്ഥലത്തെത്തിയത്. ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.